എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ രണ്ട് ഷെയർസിനെ കുറിച്ചാണ് പരിചയപ്പെടാൻ പോകുന്നത്. അതായത് ടെക്നോ ഫണ്ട മെത്തേഡ് ഉപയോഗിച്ചാണ് ഈ ഷെയർ നമ്മൾ പരിചയപ്പെടുക. അതായത് ടെക്നിക്കലി ഈ ഷെയറിന് ഒരു ഗ്രോത്ത് കാണുന്നുണ്ട്, അതുകൂടാതെ ഫണ്ടമെൻ്റലിയും ഈ ഷെയറിൽ നല്ലൊരു വളർച്ചാ സാധ്യതയും കാണുന്നുണ്ട്. അപ്പോൾ ആ രണ്ട് ഷെയറും നിങ്ങളുമായിട്ട് പരിചയപ്പെടാം. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ഷെയർസും 100 രൂപയിൽ കുറവ് വിലയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയിൽ പോവാം. ആദ്യത്തെ ഷെയർ ISMT എന്ന് പറയുന്ന ഷെയറാണ്. ISMT എന്ന് പറയുന്ന കമ്പനി പ്രത്യേക എഞ്ചിനീയറിംഗ് സ്റ്റീലുകളുടെ നിർമ്മാണത്തിൽ സ്ഥാപിതമായ ഒരു പ്രത്യേക വിപണി നേതാവാണ് ISMT. കാർബൺ അലോയിഡ് മാൾട്ടർ സിറ്റിംഗ് സ്റ്റെയിലൈസ്ഡ് സ്റ്റീൽ ബാറുകൾ ഉൽപ്പാദിപ്പിക്കുന്നു. അൾട്രാ ക്ലീനിങ് സ്റ്റീലുകൾ, ഫ്രീ മെഷീനിങ് സ്റ്റീലുകൾ, ബെയറിംഗ് സ്റ്റീലുകൾ, മറ്റു പ്രത്യേകമായ എഞ്ചിനീയർ സ്റ്റീൽ ഗ്രേഡുകൾ എന്നിവയ്ക്ക് പ്രത്യേക ഊന്നൽ നൽകുന്ന ഒരു കമ്പനിയാണ്. അതുകൂടാതെ ബെയറിംഗ് സ്റ്റീലുകൾ, ഗിയർ ബ്ലാങ്ക്, ഷിഫ്റ്റർ സ്ലീവ്, സ്ഥിരമായ വെലോസിറ്റി ജോയിൻറ്റുകൾക്കുള്ള സ്റ്റീലുകൾ, പിന്നെ ആക്സിലുകൾ, ത്രെഡ്, കപ്പിൾസ്, അതുകൂടാതെ കപ്പിളിങ്ങുകൾക്ക് സമാനമായ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന അതിനൊക്കെ നിർമ്മിക്കപ്പെടുന്ന ഒരു കമ്പനിയാണിത്. ഇന്ത്യയിലെ ഏറ്റവും ആധുനികമായ അലോയിഡ് സ്റ്റീൽ പ്ലാന്റുകളിൽ ഒന്നാണ് ISMT. ജജൂരിയിൽ സ്ഥിതി ചെയ്യുന്ന ഫാക്ടറിക്ക് പ്രതിവർഷം 1,90,000 മെട്രിക് ടൺ ശേഷിയുണ്ട്. അവിടെ 6 mm മുതൽ 273 mm വരെ വ്യത്യസ്തമായ ട്യൂബുകൾ ഉൽപ്പാദിപ്പിക്കുന്ന ലോകത്തിലെ സ്പെഷ്യലൈസ്ഡ് ട്യൂബുകളുടെ ഏറ്റവും വലുതും വൈവിധ്യമാർന്ന നിർമ്മാതാക്കളിൽ ഒന്നാണ് ISMT കമ്പനി. നമ്മൾ ISMTയുടെ ഫണ്ടമെൻ്റൽ വ്യൂയിലേക്ക് ഒന്ന് പോയി നോക്കാം. അതായത് ഫണ്ടമെൻ്റൽ വ്യൂ നമ്മൾ നോക്കുമ്പോൾ ഇപ്പോൾ കറണ്ട് മാർക്കറ്റ് റേറ്റ് 96 രൂപ 30 പൈസയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മാർക്കറ്റ് ക്യാപ്പ് ഏകദേശം 2,894 കോടി കൊണ്ടുള്ളത്. സ്റ്റോക്ക് PE 16.8, ROC 10.8, ROE 6.1. വലിയ നല്ലൊരു ROE നല്ലൊരു ROC എന്ന് പറയാനായിട്ട് സാധിക്കില്ല. ഒരു ആവറേജ് നോർമൽ. കമ്പനിയുടെ ഇതെടുത്ത് കമ്പനി ഡെബിറ്റ് ഫ്രീ കമ്പനിയാണ്. ഏകദേശം കടങ്ങൾ ഒട്ടുമില്ലാത്തൊരു കമ്പനിയാണിത്. നമ്മുടെ ISMTയുടെ ക്വാർട്ടർലി റിസൾട്ടിലേക്ക് പോയാൽ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഒരു സെയില് വലിയൊരു കുതിച്ചുചാട്ടം, ഒരു നോർമൽ സെയിലാണ് നിൽക്കുന്നത്. സെയിലിൽ വലിയൊരു ഗ്രോത്ത് എന്ന് പറയാനായിട്ടില്ല. ഒരു നോർമലായിട്ട് നമ്മൾ ഒരു 5 ക്വാർട്ടറിൽ എടുക്കുമ്പോൾ ഒരു ആവറേജ് സെയിലാണ് നിൽക്കുന്നത്. വലിയൊരു ഗ്രോത്ത് സെയിലില്ല. പക്ഷെ അത് നമ്മൾ നെറ്റ് പ്രോഫിറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു 5 ക്വാർട്ടറിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഈ ലാസ്റ്റ് ക്വാർട്ടർ ഡിസംബർ ക്വാർട്ടറിൽ നെറ്റ് പ്രോഫിറ്റ് ഒരു കുതിച്ചുചാട്ടം ഉണ്ടായിട്ടുണ്ട്. ക്വാർട്ടർ ടു ക്വാർട്ടർ നോക്കുമ്പോൾ, അതായത് 2022 ഡിസംബറിൽ വെറും 29 കോടി ഉണ്ടായത് ഇപ്രാവശ്യം അത് ഇരട്ടിയിൽ കൂടുതലായി, അതായത് 62 ആയിട്ടുണ്ട്. അതുകൂടാതെ നമ്മളുടെ ലാസ്റ്റ് ക്വാർട്ടറിൽ കമ്പയർ ചെയ്യുമ്പോഴും നല്ലൊരു 20% അപ്പ് പ്രോഫിറ്റിലുണ്ട്, നെറ്റ് പ്രോഫിറ്റിലും ഉണ്ടായിട്ടുണ്ട് ISMTയുടെ. അപ്പോൾ അതൊരു നല്ലൊരു പോസിറ്റീവ് സൈനായിട്ട് നമുക്ക് എടുക്കാം. പ്രൊമോട്ടേഴ്സിൻ്റെ വ്യൂവിൽ വന്നാൽ പ്രൊമോട്ടേഴ്സ് ഏകദേശം 74, അതായത് 75% ഓഹരികൾ പ്രൊമോട്ടേഴ്സ് കയ്യിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയുമാണ് ISMTയുടെ ഒരു ഫണ്ടമെൻ്റൽ വ്യൂ എന്ന് പറയാനുള്ളത്. നമുക്കിനി ISMTയുടെ ഒരു ചാർട്ടിലേക്ക് പോവാം. നമുക്ക് ISMTയുടെ ഒരു ചാർട്ടിലേക്ക് ഇനി പോവാം. നമ്മളിപ്പോൾ കാണുന്ന ISMTയുടെ ഒരു ഇൻട്രാഡേ ചാർട്ടാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഇൻട്രാഡേ ചാർട്ടിൽ നമ്മൾ നോക്കിയാൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് ചെയ്ത് നിൽക്കുകയാണ്. നമുക്ക് ഇവിടെ ഒരു വരച്ച് കഴിഞ്ഞാൽ ഉണ്ടാകും ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് നിൽക്കുകയാണ്. അതുകൂടാതെ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് കൂടാതെ ഇവിടെ നമുക്കൊരു റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു. ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു. ആ റെസിസ്റ്റൻസ് വിത്ത് വോളിയത്തോടും ഉണ്ടാകും. ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു. ആ റെസിസ്റ്റൻസ് വിത്ത് വോളിയത്തോടുകൂടി കയറിയിട്ടുണ്ട്. പക്ഷേ ഈ കയറ്റത്തിൻ്റെ ഈ സമയത്ത് നല്ല വോളിയവും ഇവിടെ ഉണ്ട് ഉണ്ടാകും. പ്രീവിയസ് എടുത്ത് നോക്കുമ്പോൾ വോളിയം ഉണ്ട്. അപ്പോൾ അതൊരു സ്ട്രോങ് ഒരു കയറ്റമായിരുന്നു. അതൊരു റീടെസ്റ്റിൽ വന്നു. അവിടത്തേക്ക് വന്നത് ഒരു റീടെസ്റ്റിൽ വന്നിട്ട് വീണ്ടും ഒരു കയറിയിട്ട് ഇവിടെ നിൽക്കുകയാണത്.
നമുക്ക് ഇൻട്രാഡേ ഒരു സപ്പോർട്ട് എടുത്ത് നോക്കുമ്പോൾ നമുക്ക് ഏകദേശം ഈ റേഞ്ചിലാണ് നമുക്കൊരു സപ്പോർട്ടായിട്ട് കാണാൻ പറ്റുക. അതായത് ഒരു 85 റേഞ്ചിൽ ഒരു ഗുഡ് സപ്പോർട്ടാണ് ഈ 85 റേഞ്ചിൽ ഇപ്പോൾ കാണുന്നത് ഇൻട്രാഡേ ചാർട്ട് നോക്കുമ്പോൾ. അപ്പോൾ വരും ദിവസങ്ങളിൽ ഇതൊരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തു, പ്ലസ് നമ്മൾ ഫണ്ടമെൻ്റൽ വ്യൂ നോക്കി പ്രോഫിറ്റിൽ നല്ലൊരു കുതിച്ചുചാട്ടം ഉണ്ടായിട്ടുണ്ട്. ക്വാർട്ടർലി വൈസ് നോക്കുമ്പോൾ ഫണ്ടമെൻ്റലി ഒരു തരക്കേടില്ല എന്ന് നമുക്ക് പറയാം. അപ്പോൾ കറക്റ്റ് നമ്മൾ കൃത്യമായ സ്റ്റോപ്പ് ലോസ് പരിപാലിച്ചുകൊണ്ട്, അതായത് ഏകദേശം 85 സ്റ്റോപ്പ് ലോസ് പരിപാലിച്ചുകൊണ്ട് ഇൻട്രാഡേ ബേസിൽ പരിപാലിച്ച് നമുക്കൊരു അപ്സൈഡ് മൊമെൻറ്റം ഇതിൽ പ്രതീക്ഷിക്കാം വരും ദിവസങ്ങളിൽ. പക്ഷെ ഒരു സിംഗ് മോഡലല്ല, നമുക്കൊരു മീഡിയം ടു ലോങ് ടേം ബേസിലാണ് ഇതിനെ നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടത്. ഏകദേശം ഒരു മീഡിയം വ്യൂവിലാണ് നമ്മൾ ഇത് ഇതാക്കേണ്ടത്. ഏകദേശം ഒരു 120-130 നമുക്ക് റേഞ്ച് കിട്ടാനായിട്ട് സാധ്യതയുണ്ട് ആസ് പെർ ദ ചാർട്ടും ഫണ്ടമെൻ്റൽ വെച്ച് നമ്മൾ നോക്കുമ്പോൾ. പക്ഷെ കൃത്യമായ സ്റ്റോപ്പ് ലോസ് പോയിന്റ് ഇവിടെ നമ്മൾ പരിപാലിക്കേണ്ടതായിട്ടുണ്ട്. ഏകദേശം 85 കൃത്യമായ സ്റ്റോപ്പ് ലോസ് പരിപാലിക്കേണ്ടത്. അപ്പോൾ ഇതാണ് IRSMT എന്ന് പറയുന്ന ഷെയറിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി അടുത്ത് നമുക്ക് പോകാനുള്ളത് സരള പോളി എന്ന് പറയുന്ന ഒരു ഷെയറാണ്. ഒരു 64 രൂപ ആണ് ഇപ്പോൾ ട്രേഡ് നടന്നുകൊണ്ടിരിക്കുന്നത്. സരള പോളി, സരള പെർഫോമൻസ് ഫൈബേഴ്സ് ലിമിറ്റഡ്, അതായത് മുൻപ് അത് സരള പോളിസ്റ്റർ ലിമിറ്റഡ് എന്നറിയപ്പെടുന്ന കമ്പനിയായിരുന്നു. അപ്പോൾ ഈ കമ്പനി നൈലോൺ ടെക്സ്ചർ, വളച്ചൊടിച്ചതും ചായം പൂശിയതുമായ നൂലുകൾ, പൊതിഞ്ഞ നൂലുകൾ, ഉയർന്ന ടെനാസിറ്റി നൂലുകൾ, തയ്യൽ ത്രെഡ്, നമ്മൾ ഉപയോഗിക്കുന്ന തയ്യൽ മെഷീനിൽ ഉപയോഗിക്കുന്ന നൂല്, തയ്യൽ ത്രെഡ് എന്നിവയുടെ നിർമ്മാണത്തിലും കയറ്റുമതിയിലും ഏർപ്പെട്ടിരിക്കുന്ന ഒരു കമ്പനിയാണ്. കമ്പനിയുടെ ഹെഡ് ഓഫീസ് ഇന്ത്യയിലെ മുംബൈയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കമ്പനിയുടെ ഫാക്ടറികൾ മുംബൈക്ക് പുറത്ത് ഏകദേശം 160 കിലോമീറ്റർ അകലെ സിൽവാസയിലും വാപ്പിയിലും സ്ഥിതി ചെയ്യുന്നു. കമ്പനി പോളിസ്റ്റർ നൈലോൺ നൂലുകൾ നിർമ്മിക്കുന്നു. ഇതിന് 2 സെഗ്മെൻറ്റുകളുണ്ട്: സിന്തറ്റിക് നൂലിൻ്റെ നിർമ്മാണവും സംസ്കരണവും ഉത്പാദനവും. പിന്നെ സിൽവാസയിൽ നൂലുകൾ നിർമ്മിക്കുന്നതിന് പ്രതിവർഷം 11,700 ടണ്ണും വാപ്പിയിലെ ഒരു ടൈനിങ് യൂണിറ്റിന് പ്രതിവർഷം 2,400 ടണ്ണും സ്ഥാപിത ശേഷിയുണ്ട്. കമ്പനിയുടെ ഉൽപ്പന്നങ്ങൾ പോളിസ്റ്റർ, പോളിമൈഡ്, നൈലോൺ നൂലുകൾ, പിന്നെ ചായം പൂശിയ സിന്തറ്റിക് നൂലുകളൊക്കെ ഉൾപ്പെടുന്നത്. ചരക്ക് നൂലുകളുടെ നിർമ്മാതാവായി ആരംഭിച്ച കമ്പനി അതിൻ്റെ ശ്രദ്ധ മാറ്റിയിട്ട് പ്രത്യേകവും ഉയർന്ന മൂല്യവർദ്ധിതമായ നൂലുകളുടെ നിർമ്മാതാവായി മാറി. സരള പോളി എന്ന് പറയുന്ന കമ്പനിക്ക് ലോകമെമ്പാടുമുള്ള എല്ലാ രാജ്യങ്ങളിലെയും ക്ലയൻറ്റുകൾക്കൊപ്പം കമ്പനി ശക്തമായ ഒരു ഉപഭോക്തൃ അടിത്തറ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. വർഷങ്ങളായി സരള പോളി എന്ന കമ്പനി ഉപഭോക്താക്കൾക്ക് വേഗത്തിലും കാര്യക്ഷമമായും സേവനങ്ങൾ നൽകുന്നതിന് അവരുമായി നല്ല അടുപ്പം സ്ഥാപിക്കുക എന്ന പ്രാഥമിക ലക്ഷ്യത്തോടെ പുതിയ സൗകര്യങ്ങൾ സൃഷ്ടിച്ചും നിലവിലുള്ള സൗകര്യങ്ങളുടെ വിപുലീകരണത്തെയും ഇന്ത്യയിലും വിദേശത്തും അതിൻ്റെ പ്രവർത്തനങ്ങൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഒരു വളർച്ചാ സാധ്യതയുള്ള ഒരു കമ്പനിയാണിത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫണ്ടമെൻ്റൽ വ്യൂയിലേക്ക് ഒന്ന് പോയി നോക്കാം. സരള പോളിയുടെ ഫണ്ടമെൻ്റൽ വ്യൂ, കറണ്ട് മാർക്കറ്റ് റേറ്റ് നിൽക്കുന്നത് 65 രൂപയിലൊരു കറണ്ട് മാർക്കറ്റ്. അത് മാർക്കറ്റ് ക്യാപ്പ് 542 കോടിയുള്ളൂ. പി ഇ ഏകദേശം 25.4, ROC 7.23, ROE 5.45 ബുക്ക് വാല്യൂ 48 ഉണ്ട്. സരള പോളിയുടെ നമ്മൾ ഒരു 5 ക്വാർട്ടറിലെ നമ്മൾ സെയിൽ എടുത്തു കഴിഞ്ഞാൽ ഈ ക്വാർട്ടറിൽ ഡിസംബർ 23 ക്വാർട്ടറിലാണ് നല്ലൊരു സെയിൽ ഉണ്ടായിട്ടുള്ളത്. ഏകദേശം 96 കോടി സെയിൽ ഉണ്ടായിട്ടുണ്ട്. അത് ലാസ്റ്റ് ക്വാർട്ടറല്ല, 2022 ക്വാർട്ടറിലെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നല്ലൊരു കുതിച്ചുചാട്ടം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ പ്രീവിയസ് ക്വാർട്ടറായിട്ട് എടുത്ത് നോക്കുമ്പോൾ അത്രയ്ക്കാണ്ട് സെയിൽ കൂടിയിട്ടില്ല. പക്ഷേ നെറ്റ് പ്രോഫിറ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ പ്രീവിയസ് ക്വാർട്ടറിൽ എടുത്ത് നോക്കുമ്പോൾ നല്ലൊരു കുതിച്ചുചാട്ടം നെറ്റ് പ്രോഫിറ്റിലും ഉണ്ടായിട്ടുണ്ട്. അതുകൂടാതെ ലാസ്റ്റ് ക്വാർട്ടർ ടു ക്വാർട്ടർ, അതായത് ഡിസംബർ 22 നമ്മൾ ഡാറ്റ എടുത്ത് നോക്കുമ്പോഴും ഈ ഡാറ്റയും വളരെ വലിയ വ്യത്യാസമുണ്ട്. അന്ന് 2.11 കോടി ഉണ്ടെങ്കിൽ ഇപ്രാവശ്യം 8.48 കോടിയായിട്ട് പ്രോഫിറ്റ് ജമ്പ് ചെയ്തിട്ടുണ്ട്. പ്രൊമോട്ടേഴ്സിൻ്റെ കയ്യിൽ ഏകദേശം 56% ഷെയർസ് പ്രൊമോട്ടേഴ്സ് ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു മീഡിയം ഒരു ഫണ്ടമെൻ്റൽ വ്യൂ ആണ് നമുക്കിത്. ഒരു അടിപൊളി എന്ന് പറയാൻ പറ്റില്ല, ഒരു മീഡിയം, എന്നാലും ഫണ്ടമെൻ്റൽ അത്ര മോശമല്ല.
നമുക്ക് സരള പോളിയുടെ ഒരു ചാർട്ടിലേക്ക് പോയി നോക്കാം. ഇതാണ് സരള പോളിയുടെ ചാർട്ട്. അപ്പോൾ നമ്മൾ ഇൻട്രാഡേ ചാർട്ട് വ്യൂവിൽ നമ്മൾ നോക്കുമ്പോൾ പ്രത്യേകിച്ച് നമുക്ക് ചാർട്ടിൽ പ്രത്യേകിച്ചൊന്നും അങ്ങനെ കാണാനായിട്ട് സാധിക്കുന്നില്ല. നമുക്ക് അതിനെ വീക്കിലി ചാർട്ടിലേക്ക് ഒന്ന് കൺവേർട്ട് ചെയ്ത് നോക്കാം. വീക്കിലി ചാർട്ട് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു, ആ റെസിസ്റ്റൻസ് ആണ് ബ്രേക്ക് ചെയ്തിട്ട് ഇപ്പോൾ നിൽക്കുന്നത്. ഇവിടെ 2 പ്രാവശ്യം ഈ റെസിസ്റ്റൻസ് ഇവിടെ ടച്ച് ചെയ്തു, ഇവിടെ ഒരു ടച്ച് ചെയ്തു, ഇവിടെ ടച്ച്. അതിനുശേഷം ആ റെസിസ്റ്റൻസ് വിത്ത് വലിയൊരു ഗ്രീൻ ക്യാൻഡിലോട് കൂടി വിത്ത് വോളിയത്തോടുണ്ട്. നമ്മൾ ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ വരച്ചു കഴിഞ്ഞാൽ ഒരു അസെൻഡിങ് ട്രയാങ്കിൾ ഫോർമേഷൻ ആയിട്ട് ഇത് മാറും. പ്രീവിയസ് റെസിസ്റ്റൻസിന്റെ അവിടെ ഇപ്പോൾ വന്ന് നിൽക്കുന്നത്, പ്രീവിയസ് റെസിസ്റ്റൻസിന്റെ അവിടെ നിൽക്കുക. അത് ആ റെസിസ്റ്റൻസ് മിക്കവാറും ഈ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തിട്ടുള്ളത് കൊണ്ട്, അതായത് വിത്ത് വോളിയത്തോടുകൂടി ഈ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തിട്ടുള്ളത് കൊണ്ട് ഈ റെസിസ്റ്റൻസും ഈസി ആയിട്ട് ബ്രേക്ക് ചെയ്ത് പോകാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് വരും ദിവസങ്ങളിൽ ഒരു മീഡിയം ടൈം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നല്ലൊരു അപ്സൈഡ് മൊമെന്റം പ്രതീക്ഷിക്കാം. കാരണം ക്വാർട്ടർലി റിസൾട്ട് നമ്മൾ നോക്കുമ്പോൾ നല്ലൊരു കുതിച്ചുചാട്ടം ഉണ്ടായിട്ടുണ്ട്. ടെക്നിക്കലി നമ്മൾ നോക്കുമ്പോൾ ഒരു ബ്രേക്ക് ഔട്ടും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു കുതിച്ചുചാട്ടം ഉണ്ട്. നമുക്ക് കൃത്യമായ സ്റ്റോപ്പ് ലോസ് ഇതിൽ വെക്കാനുള്ളത് വരുന്നത് വെച്ചാൽ ഇവിടെ ഈ റേഞ്ചിലാണ് നമുക്ക് ഏകദേശം സ്റ്റോപ്പ് ലോസ് കൃത്യം നല്ലൊരു അടിപൊളി സ്റ്റോപ്പ് ലോസ് വെക്കാനായിട്ട് 50 രൂപയിൽ നല്ല കൃത്യമായ സപ്പോർട്ട് ഉണ്ട്. അവിടെയാണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ്, നല്ലൊരു സ്റ്റോപ്പ് ലോസ് അവിടെയാണ് നമ്മൾ വെക്കേണ്ടത്. അപ്പോൾ ഇത്രയുമാണ് സരള പോളിയെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.